ഇവരുടെ പിന്നെ ആയുധങ്ങളാണ് ഇതായി കാണുന്നത്. മാഷാ امسك ما مشكل صح؟ اوه بوليسي ما شاء الله ما شاء الله. ഹായ് അസ്സലാമു അലൈക്കും, ഞാൻ സ്വാലിഹാണ്. അറേബ്യൻ ബ്ലോഗറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ജിസാൻ യാത്രയിലെ രണ്ടാമത്തെ ദിവസം. ജിസാനിൽ നിന്ന് നേരെ ജിസാൻ പ്രവിശ്യയിലുള്ള വാദി ലജബ് എന്ന് പറയുന്ന പർവ്വതങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സൗദി അറേബ്യയുടെ മഹാത്ഭുതം പരിചയപ്പെടുത്താനാണ്. അത്യാവശ്യം നല്ലൊരു ട്രെക്കിംഗ് യാത്രയാണ്. ജിസാനിൽ നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ നല്ല ഹൈ റേഞ്ച് റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വാദി ലജബിൽ എത്തും. ജിസാനിൽ നിന്ന് ഏകദേശം ഒരു 140 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയിട്ടുള്ള വാദി ലജബ് ഉള്ളത്. ഇത് ജിസാൻ പ്രവിശ്യയിൽ തന്നെയുള്ള മനോഹരമായ പർവ്വത നിരകൾക്കിടയിലൂടെയുള്ള ഒരു താഴ്വരയാണ്. നമ്മൾ പോകുന്ന വഴികൾ എന്ന് പറയുന്നത് ഹൈ റേഞ്ച് നല്ല അടിപൊളി റോഡാണ്. അതുപോലെ പോകുന്ന വഴിയിൽ ഇതുപോലെ ഒട്ടകങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് റോഡിൽ ഒട്ടകത്തിൻ്റെ ക്രോസിംഗ് ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. സൂപ്പർ വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അബഹ റോഡ് ചുരമൊക്കെ കയറി ഇറങ്ങുന്നത് പോലെ തന്നെ മനോഹരമായ ഒരു പാതയാണ്. അങ്ങനെ നമ്മൾ വാദി ലജബിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് നിലവിലിപ്പോൾ എത്തിയിരിക്കുകയാണ്. GPS നമ്മുടെ ലൊക്കേഷൻ ഇവിടെ വന്നാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരല്പം കൂടെ മുമ്പോട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു മരച്ചുവടും അതിന് അടുത്തൊരു ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ചും വാദി ലജബ് എന്നുള്ള ബോർഡൊന്നുമില്ല. അപ്പം ഈ വഴി നോക്കിയിട്ട് വേണം നിങ്ങൾ ഉള്ളിലേക്ക് കയറാൻ. ഈ ഒരു വഴി ഉള്ളിലേക്ക് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നമുക്ക് ഉള്ളിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ പോകാനുണ്ട്. ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വെള്ളം നല്ല മഴയുള്ള ആ ഒരു സമയത്ത് നമുക്ക് വാഹനങ്ങൾ ഇവിടെ ഇട്ടിട്ട് നടന്നു വേണം മുമ്പോട്ട് പോകാൻ വേണ്ടി. കാരണം വാഹനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പം മഴയുള്ള സമയത്ത് മിക്കവാറും അവർ ക്രോസ് ബാറ് താത്ത് വെക്കുന്നതാണ് ചെക്ക് പോസ്റ്റ് പോലെ. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാഷാഅല്ലാ നമുക്ക് നല്ലതായിട്ട് പോകാൻ സാധിക്കും. ഈ വാദി ലജബിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2 മല അൽ ഖഹ്റ പോലെയുള്ള വലിയ 2 മലനിരകൾക്കിടയിലൂടെ ഉള്ള ചെറിയ ഒരു മലഞ്ചെരുവാണ്. ഒരു താഴ്വര തന്നെയാണ് ഈ ഒരു വാദി ലജബ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു മലയുടെ ആകൃതി തന്നെ ഒരു വല്ലാത്ത ഒരു ആകൃതിയാണ്. മുൻകാലങ്ങളിൽ അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായി അതിൽ നിന്നുണ്ടായ മലഞ്ചെരുവാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വാദി ലജബ്. സൗദി അറേബ്യയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ വാദി ലജബിലൂടെയുള്ള മനോഹരമായ ഒരു യാത്രയാണ്. കണ്ടില്ല, ഈ പാറകൾ ഇങ്ങനെ 2 പാറകൾ കെട്ടുകൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഏത് വണ്ടിക്കും ഇതിലേക്കൂടെ വന്നു പോകാവുന്നതേ ഉള്ളൂ. കാരണം റോഡ് അത്രയ്ക്ക് മോശമൊന്നുമല്ല. അതാണ് ഞാൻ ഗ്രൗണ്ട് ക്ലിയറൻസ് കാണുന്ന രീതിയിലുള്ള ഒരു വീഡിയോ എടുത്തത്. അപ്പം ഏത് വണ്ടി കൊണ്ടും വരാൻ സാധിക്കുന്നതേ ഉള്ളൂ. പിന്നെ മഴ നന്നായിട്ടുണ്ടാകുന്ന സമയത്ത് മാത്രമേ കുറച്ചൊരു പ്രയാസമുള്ളൂ, അല്ല എങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഒരു മുമ്പോട്ട് പോകും തോറും ഇടുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 പാറക്കെട്ടുകൾക്കിടയിൽ വളരെ രസകരമായ ഒരു കാഴ്ചയും വളരെ മനോഹരമായൊരു യാത്രയാണ്. എന്താ പറയുക, വേറൊരു വണ്ടി വരുമ്പോൾ നമ്മൾ സൈഡിൽ ഇതേപോലെ നിർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് 2 വണ്ടി ഒരുമിച്ച് പോകാനുള്ളൊരു ഓപ്ഷനില്ല. എന്നാൽ ആ മലഞ്ചെരുകൾക്കിടയിലൂടെ പർവ്വതങ്ങൾക്കിടയിലൂടെ ആ ചെറിയ ഒരു ഗ്യാപ്പിലൂടെയുള്ള ഒരു ഗ്യാപ്പ് റോഡ് ഒരു രക്ഷയില്ല. ഞാൻ ഇതുവരെ സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടില്ല. അത്രയ്ക്കും നല്ല കിടിലനൊരു എക്സ്പീരിയൻസ് ആണിത്. ഈ ഒരു നല്ലൊരു ആംബിയൻസിലൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മലയും മലഞ്ചെരുവും അതേപോലെ ഈ പാറയുടെയൊക്കെ ഒരു ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന സൂപ്പർ ഒരു ട്രിപ്പാണിത്.
പ്രധാനമായും 2 ചരിത്ര സംഭവങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാനുള്ളത്. അതിലൊന്ന് ലൈല മജ്നു കഥകളിലെ മജ്നു താമസിച്ചിരുന്നത് ഈ ഒരു വാദി ലജബിൻ്റെ താഴ്വരയിലായിരുന്നു എന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട്. അതൊരു ചരിത്രമാണ്. അതേപോലെ സമൂത് ഗോത്രത്തിലുള്ള ആളുകൾ പിന്നെ നമുക്ക് അല്ലൂലയിലൊക്കെ പോകുമ്പോൾ കാണാം അവരുടെ കുറച്ച് വീടുകൾ ഉണ്ടാക്കിയതുപോലെ. അതേപോലെയുള്ള പാറക്കെട്ടുകൾ, അതിൻ്റെ ഈ ഒരു പാറയ്ക്ക് അല്ലെങ്കിൽ ഈ മലയ്ക്ക് അതേപോലത്തെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ സമൂത് ഗോത്രത്തിൻ്റെ ആളുകളും ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഈ 2 ചരിത്രങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ് ശരിക്കും ഈ വാദി ലജബ്. അങ്ങനെ നമ്മളിപ്പോൾ വാദി ലജബിൽ എത്തിയിരിക്കുകയാണ്. അതിസാഹസികമായ യാത്ര, മനോഹരമായ മലനിരകൾക്കിടയിലൂടെയുള്ള സൂപ്പർ ഒരു വൈബ്. ശരിക്കും സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞ് നമ്മൾ ആസ്വദിക്കേണ്ട ഒരു കാഴ്ചയും സ്ഥലവും തന്നെയാണ് ഈ കാണുന്ന വാദി ലജബ്. നമ്മളതിൻ്റെ എൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ ഒരു 10 മിനിറ്റോളം നമ്മുടെ വാഹനം വരും. നമുക്കിതാ ഈ സ്ഥലത്ത് വാഹനം ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 10-15 മിനിറ്റ് നടന്ന് ഉള്ളിലേക്ക് പോകാനുണ്ട്. നമ്മളതിലേക്ക് പോവാണ്. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഈ പയ്യന് ഒരു കുരങ്ങനെ പിന്നെ എറ്റാൽ വെച്ചിട്ട് പിന്നെ എറിഞ്ഞു ഓടിക്കുന്നൊരു സീനാണ് നമ്മൾ കാണുന്നത്. ഇഷ്ടംപോലെ കുരങ്ങന്മാർ. ഇവിടെയുള്ള പരമ്പരാഗത പിന്നെ വാദി ലജബുകാരാണ്. അവരുടെ വസ്ത്രധാരണ രീതിയും പിന്നെ അതേപോലെ നമ്മളെയൊക്കെ സ്വീകരിക്കുന്ന രീതിയുമാണ് നമ്മളിത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് അതിഥികളായിട്ട് വരുന്ന ആളുകൾക്ക് അവർ സ്വീകരണമൊക്കെ ഒരുക്കുന്നതാണ്. എപ്പോഴും ഇത് കാണാൻ പറ്റുന്നൊരു സീനാണ്. അത് അവരുടേതായ കുറച്ച് ഭാഷയിലും ഡാൻസും അതേപോലെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് അവരുണ്ടാവുക. ജബലി മാഷാ സക്കീൻ അസാബ. അത് ഇവിടുത്തെ ആളുകളുടെ ഒരു തൊപ്പിയും അതേപോലെയുള്ള ഒരു സംവിധാനമൊക്കെയാണ്. മാഷാ വാദി ലജബ്. ايش اسمك؟ اسمي راعي يحيى رحال الريف. ഹലോ റൈസ്. അബു യഹ്യ. കണ്ടില്ലേ ഇവരുടെ വണ്ടി തന്നെ കണ്ടില്ലേ? ഒരു ലാൻഡ് ക്രൂയിസർ, പഴയ ലാൻഡ് ക്രൂയിസറാണ്. അത് ഫുള്ള് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ പിന്നെ അദ്ദേഹമൊക്കെ പിന്നെ നമ്മൾ ഇവിടെയുള്ള ആളുകൾ, അതായത് യമനിൽ നിന്നൊക്കെ കുടിയേറിയ കുറേ ആളുകൾ, അത് കുടിയേറിയെന്നല്ല, പണ്ട് യമൻ്റെ ഭാഗമായിരുന്നൊരു പ്രദേശമാണ്. അവർക്ക് ഇപ്പോഴും ഇവിടുത്തെ ഒരു ട്രൈബൽസ് ആയിട്ട് തന്നെ സൗദി അറേബ്യ കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളാണ്. അവർക്ക് ഇതുപോലെ കത്തിയൊക്കെ കൊണ്ട് നടക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ അത് കത്തി ഊരാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാലും പിന്നെ ഇവർ സാധാരണ ഇങ്ങനെ നമ്മളെയൊക്കെ ഒന്ന് വെൽക്കം ചെയ്യാൻ വേണ്ടി, വാദി ലജബിനെ ഒന്ന് വെൽക്കം ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ അവർ നമ്മൾ വന്നപ്പോൾ നമ്മളെ കൂടെ അവർ തന്നെ ഇങ്ങോട്ട് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ച ഒരു അനുഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിനി പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ്. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ആ ഒരു റോഡാണ്. കണ്ട അതുപോലെയുള്ള വെള്ളവും കല്ലുകളും ഒക്കെ ചവിട്ടി കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ചെക്കൻ അവിടെ നിന്നിട്ട് നന്നായിട്ട് ഇട്ടുന്നുണ്ടല്ലോ. ഒരു ഡ്രോൺ ആണല്ലോ, ഡ്രോൺ ആരോ പറപ്പിക്കുന്നുണ്ട്. ഇതുണ്ട് ഇതുപോലെ ഇതാ വെള്ളം പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇതെങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. കണ്ടേ ഇൻഷാല്ലാ. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പോകാനുള്ള ഡ്രസ്സ് റെഡിയാക്കി വേണം വരാൻ. അതായത് ഇതേപോലെ ഇടയ്ക്ക് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഷൂ ഒക്കെ ഇട്ടിട്ട് വരുവാണെങ്കിൽ പിന്നെ ഷോക്സ് പിഴിയാനേ സമയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറണം, മുകളിൽ കയറണം. ഇതൊക്കെ ഒരു സീനാണ്, സംഭവം ഒരു സീനാണ്. നിങ്ങൾ കയറുവാ കണ്ടോ? ഒരു റോസ് മുണ്ടൊക്കെ മാറ്റുന്നുണ്ട്. മുണ്ടും കൂളിംഗ് ഗ്ലാസും നല്ല കോമ്പിനേഷൻ കേട്ടോ. അതിസാഹസികമായ ഒരു പിന്നെ മലകയറ്റവും മലയിറക്കവും ഒക്കെയാണ് ഓരോരുത്തന്. സിമ്പിൾ. അതെ അതെ അതെ. ചെരുപ്പ് അതാണ് വളരെ നിർബന്ധമാണ്. ചെരുപ്പ് അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള, വെള്ളത്തിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ചെരുപ്പ് കൊണ്ട് വരിക. ഇതിവിടുത്തെ പാമ്പൻ പാലാണ്, കണ്ടില്ലേ? പാമ്പൻ പാലം. കണ്ടോ?
ശരിയായ ട്രക്കിംഗ് ആണ്. സൗദി അറേബ്യയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ വാദി ലജബും അതേപോലെയുള്ള ഈ അവഹ പോലുള്ള ഈ സ്ഥലങ്ങളൊന്നും കണ്ടില്ലണ്ടല്ലോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഒന്നും പറയാൻ കാര്യമില്ല. ഇത്രയും വർഷമായിട്ട് നിർബന്ധമായിട്ട് കാണണം. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണണം, നിർബന്ധമാണ്. അതെ അതെ അതെ, തീർച്ചയായും. ഇത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഓ അമേസിങ്. കാലേ വീക്കരുത് കണ്ടോ, വീക്കൊത്തുന്നത് കാലിൽ. ആ കൊള്ളാം. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളി വൈബാണ്. അങ്ങനെ നമ്മൾ നടന്നെത്തിയത് നമ്മുടെ ഫസ്റ്റ് ടാസ്കിലേക്കാണ്. കണ്ടില്ലേ, നമ്മുടെ ഫസ്റ്റ് ടാസ്ക്കാണ്. നമ്മളൊരു 10 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ ഇതേപോലെ റോസേ എങ്ങനെയുണ്ട്? പണ്ടേ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് NCC ഒക്കെ പോവായിരുന്നു. ആ ആർമി NCC-യിലൊക്കെ പോയ ആളുകൾക്ക് കുറച്ച് സിമ്പിൾ ആവും അല്ലേ, വർഷങ്ങൾക്ക് മുന്നേ. ഈ വാദി ലജവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സമയത്തും ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നീർച്ചാലുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ വെള്ളം അവസാനിക്കുന്നില്ല, ഇങ്ങനെ ഫുൾ ടൈം ഇതിൽ വെള്ളം തന്നെയാണ്. അതുപോലെ ഈ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളിൽ നമുക്ക് കുളിക്കാൻ പാകത്തിലുള്ള ഒരുപാട് അരുവികളും ചെറിയ ചെറിയ നീർത്തടാകങ്ങളും ഒക്കെയുള്ള മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ്. അതിലേറ്റവും വലിയൊരു ടാസ്ക് ഇതേപോലെയുള്ള ഒരു 10 മീറ്ററോളം ഉയരമുള്ള ഒരു പാറയൊക്കെ വലിഞ്ഞ് നമ്മൾ ഇതേപോലെ കയറേണ്ടി വരും എന്നുള്ളതാണ് ഒരു ടാസ്ക്. ആ ഒരു കയറി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള നീരുറവകളൊക്കെ കിട്ടുകയുള്ളൂ. ശരിക്കും ക്ലൈമ്പിങ്ങും അതേപോലെ തന്നെ ട്രക്കിങ് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. കാരണം കുറച്ചൊരു പകുതി വരെയൊക്കെ വരാൻ പറ്റും. പക്ഷേ ഈ ഒരു പാറ വലിഞ്ഞ് കയറൽ കുറച്ചൊരു ഹൈ റിസ്ക്കാണ്. എന്നിരുന്നാലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വരാനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. കണ്ടില്ലേ, കുറച്ച് ആളുകൾ അവിടെ സ്റ്റക്കായി. ഈ കയറിൽ നമ്മളിങ്ങനെ വലിഞ്ഞതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുപോലെ 2 കയറ് കയറിയിട്ട് എന്താക്കണം, മുകളിലെത്തണം. ശരിക്കും ഇതൊരു സീനാണ്. ഇല്ലോ ഈ പാറ മുകളിൽ എത്തി. ഇനി അതേപോലെ ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുണ്ട്. കണ്ടില്ലേ, ഈ കയറിൽ ഞാൻ തന്നെ നമ്മൾ വന്നത് ഉണ്ടല്ലേ. ശരിക്കും ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർ തന്നെ ഇവിടെ വരണം. ട്രെക്കിങ് ഇഷ്ടപ്പെടാണ്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. ആ ഒരു ഇൻട്രസ്റ്റ് വേണം, മൂഡ് വേണം. സംഭവം പൊളി വൈബാണ്, ഒരു രക്ഷയില്ല. ഇതുപോലെ ഈ മലഞ്ചെരുവുകളിൽ നിന്ന് എപ്പോഴും വെള്ളം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിൻ്റെ പല ഭാഗങ്ങൾ ഇതേപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന കുളിക്കാൻ പാകത്തിലുള്ള ചെറിയ ചെറിയ തടാകങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഈ പാറയിലേക്കൊക്കെ നോക്കി കാണാം, പായൽ പിടിച്ച് കിടക്കുന്ന ഇതിൻ്റെ ശരിക്കും ഒരു മനോഹരമായ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഈ പച്ചപ്പും, ഈ പാറയിലുള്ള ഈ ഒരു പച്ചപ്പും അതേപോലെ ഈ ഇലകളിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വള്ളികളും ഒക്കെയുള്ളത് ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭൂതി നമുക്ക് തരുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു കാലാവസ്ഥയും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കില്ല സൂപ്പർ വൈബാണ്. വെള്ളം കണ്ടില്ലേ, അമ്മാതിരി ക്ലിയർ വെള്ളമാണ്. ഇപ്പം വെള്ളം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ശരിക്കും മഴക്കാലം കഴിയുന്നതോടുകൂടി ഇവിടെ വെള്ളം കൂടുകയും അത്യാവശ്യം നല്ല നീരുറവയും അതുപോലെ തന്നെ ഒരു പൂളായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും. ഇപ്പോൾ ഇച്ചിരി കുറച്ച് വെള്ളം കുറവുണ്ട്, നമുക്ക് നീന്താനൊക്കെ പാകത്തിനുള്ള വെള്ളമുണ്ട്. എന്നാൽ പോലും ചില സമയത്ത് നല്ല ഫുള്ള് വെള്ളത്തിൽ നിൽക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും എപ്പോൾ വന്നാലും നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതേപോലെ നീന്താനുള്ള വെള്ളമുണ്ട് എന്നുള്ളത് മാഷാഅല്ലാഹ്. ഇറങ്ങിട്ടെ ആഴം നോക്കിട്ടാ, തലപ്പെട്ടാ. അരേ വാ അരേ വാ. ആഴം നോക്കിയേ, ആഴം അത്രയുണ്ട് ആണോ?
അത്ര ആഴുണ്ടോ? ആഴം മാക്സിമം ആഴം നോക്കി. ആഴം ഉണ്ടല്ലേ? നല്ല ആഴുണ്ടല്ലേ? അത്യാവശ്യം ആഴുണ്ട്. വാ, നല്ല തെളിഞ്ഞ വെള്ളം, ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. അങ്ങനെ വാദി ലജബിൻ്റെ ഏറ്റവും ടോപ്പിൽ, അതായത് എൻഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സാഹസികമായ ഒരു പാറ വലിഞ്ഞു കയറി നമ്മളിതാ ഡെഡ് എൻഡിൽ വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇതാ കാണുന്ന പാറക്കിട്ട് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇതാ ഇവിടെ മുങ്ങി കുളിക്കാൻ പറ്റിയ സൂപ്പർ ഒരു പിന്നെ എന്താ പറയുക വെള്ളച്ചാട്ടമല്ല, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പാറക്കിട്ടിനിടയിലുള്ള ഒരു വെള്ളവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു കളർ മാഷാ അല്ലാഹ് ഒരു രക്ഷയില്ല, കിടിലനാണ്. വെള്ളം എന്ന് പറഞ്ഞാണല്ലോ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. കുളിക്കാൻ താല്പര്യമില്ലാത്തവന് പോലും കുളിക്കാൻ തോന്നുന്ന അത്രയ്ക്കും സൂപ്പറായിട്ടുള്ള വെള്ളമാണ്. എന്തായാലും അമേസിംഗ് ആണ്. നിങ്ങൾ ഒരു കാരണവശാലും സൗദി അറേബ്യയിലുള്ള ആളുകളാണെങ്കിൽ മിസ് ചെയ്യരുത് ജിസാനിലെ വാദി ലജബ് എന്ന് പറയുന്ന പർവ്വതങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച മഹാത്ഭുതം. അന്ന് മാത്രമേ പറയാനുള്ളൂ.